ഇടയ്ക്ക് കുറച്ചുനാൾ എന്നെ കുറെ വെള്ളം കുടിപ്പിച്ചില്ലേ, അതിന്റെ പ്രതികാരം ഞാൻ ചെയ്യുന്നുണ്ട്. സൂക്ഷിച്ചിരുന്നോ? ആഹാ, ഇപ്പൊ ബുദ്ധി തെളിഞ്ഞല്ലേ? തെളിയട്ടെ. അങ്ങനെ മുഴുവൻ സോറി മിസ്റ്റർ രവിചന്ദ്രവർമ്മൻ. ഇപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയില്ലെങ്കിൽ താങ്കൾ വീണ്ടും വീണ്ടും ഇതുപോലെയൊക്കെ തന്നെ കാണിക്കും. സോറി. ഞാൻ എപ്പോഴൊക്കെ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് സാറൊന്ന് മനസ്സിലാക്കിയട്ടെ, അപ്പോഴേ പഠിക്കും. ശരി ശരി, ചിരിക്ക്, ചിരിച്ചോണ്ടിരിക്കും. തന്നെ ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കൈ കിട്ടുമല്ലോ. അപ്പൊ പറഞ്ഞുതരാം ഈ കിണിയുടെ ഉത്തരം. ഒരു കണക്കിന് ജീവിത പങ്കാളികൾ തമ്മിൽ അല്പം പേടിയുള്ളത് നല്ലതാണെന്നല്ലേ അമ്മയുടെ കണ്ടുപിടുത്തം. ഇതും ഇപ്പൊ അതിൻ്റെ ഒരു വെറൈറ്റി ആണെന്ന് സമാധാനിച്ചോളൂ. അല്ലാതെ എന്ത് ചെയ്യാനാ?
സത്യം ഇപ്പോ എനിക്കും തന്നെ ചെറിയ പേടിയുണ്ടല്ലോ. സന്തോഷമായില്ലേ ഇത് കേട്ടിട്ട്? എന്റെ പൊന്നുമുട്ടെ, നിന്നെ വിട്ട് ഒരിക്കലും ഞാൻ പോകില്ല ഒരിടത്തും. തൽക്കാലം താനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിണയിക്കൂ. നോ പ്രോബ്ലം. സാരമില്ല. പക്ഷേ എന്നെ വിട്ട് പോയി കളയരുത്. അവിടെ ഞാൻ പിണങ്ങും. കേട്ടല്ലോ? എന്നാ പിന്നെ വീണ്ടും ചിരി തുടങ്ങി. കേൾക്കാൻ ഞാൻ റെഡിയാണ്. യമുന, മാഡം, അമ്മ എവിടെ? രവി സാറിന്റെ മുറിയിലോട്ട് പോയി സർ. ശരി ശരി. 2 ആപ്പിൾ ജ്യൂസ് എടുക്കണം. ഒരെണ്ണത്തിൽ ഐസും വേണ്ട, ഷുഗറും വേണ്ട. ശരി മാഡം. നിന്നെ രേഖ, നിനക്കെന്താ ഐസും ഷുഗറൊന്നും വേണ്ടാതെ? ആഹാ, എനിക്കല്ല, രഘുവിന്. ഓഹോ, അത് ശരി. യമുന, 2ലും ഐസും ഷുഗറും വേണ്ട. ശരി. തനിക്ക് എന്നോടുള്ള കരുതൽ എനിക്ക് തന്നോടുണ്ട്, മനസ്സിലായോ? ആയിക്കോട്ടെ, സമ്മതിച്ചിരിക്കുന്നു. എല്ലാ കാര്യത്തിലും ഈ കരുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേ രക്ഷപ്പെട്ടേനെ. ഇതിപ്പോ ഒരു ജ്യൂസിന്റെ കാര്യത്തിൽ കരുതൽ കാണിച്ചിട്ട്. അയ്യോ, താൻ ഇനി എഴുതാപ്പുറമൊന്നും വായിക്കണ്ട പ്ലീസ്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഈ ജ്യൂസ് കുടിച്ചിട്ട് വേണം ഒന്ന് ഫ്രഷായി മനസ്സമാധാനത്തോടെ റെസ്റ്റ് എടുക്കാൻ. ഇന്ന് ഓഫീസില് രഘു മാത്രമേ പണിയെടുത്തുള്ളൂ എന്ന് തോന്നുമല്ലോ. അതെ, ഞാനും രഘുവിനെ പോലെ തന്നെ പണിയെടുത്തിട്ടാ വന്നിരിക്കുന്നെ. ആ സാന്ദ്ര അവിടെ എല്ലാം കുളമാക്കിയിട്ടിരിക്കുക. ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പരിശോധിച്ചാലേ എവിടൊക്കെ എന്തൊക്കെ പരുക്ക് പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാവൂ. മൊത്തത്തിൽ നോക്കിയപ്പോ എന്റെ തലയ്ക്ക് ഭ്രാന്തായ മട്ടായിരുന്നു. ആ ഭ്രാന്തി ഇനി മാറും. ഇനി മുതൽ നിങ്ങൾ രണ്ടാളും ഇങ്ങനെ കൂടുതൽ കഷ്ടപ്പെടണമെന്നില്ല. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. ആഹാ, മധുരല്ലോ ഒന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്ത് പറ്റി ഇന്നിവിടെ? അതെ, ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ നിങ്ങളോട്. നാളെ മുതൽ രേഖ ഓഫീസിൽ പോണോന്നില്ല. What do you mean? ഞാൻ ഓഫീസിൽ പോണ്ടെന്ന് പറഞ്ഞ ആരെങ്കിലും എന്നെ പറ്റി കംപ്ലൈന്റ് പറഞ്ഞോ അവിടുന്ന്? കണ്ടോ കണ്ടോ, ഇപ്പോഴെങ്കിലും തന്റെ സ്വഭാവം ശരിയല്ലെന്ന് തനിക്ക് തന്നെ മനസ്സിലായല്ലോ. രഘു, തമാശ വേണ്ട. പറയും മധുരല്ലോ, ആരാ എന്നെ പറ്റി കംപ്ലൈന്റ് പറഞ്ഞേ? എന്ത് കംപ്ലൈന്റ്? ആ സാന്ദ്രയാണോ അത് പറഞ്ഞത്? അവളൊരു ഭൂലോക ദുരന്തവാ. നിന്നെ പറ്റി ആരും ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല. മറിച്ച് നാളെ മുതൽ രവി ഓഫീസിലേക്ക് വരാന്ന് സമ്മതിച്ചിരിക്കുക. സമ്മതിപ്പിച്ചു ഞാൻ. Oh my God, that's great, unbelievable. Really മധുരല്ലോ? ബ്രദറിലോ സമ്മതിച്ചോ ഓഫീസിൽ പോവാന്ന്? പറഞ്ഞില്ലേ, സമ്മതിപ്പിച്ചു ഞാൻ. അവന്റെ പ്രോമിസ് വാങ്ങിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നേ. താങ്ക് യു അമ്മേ, താങ്ക് യു വെരി മച്ച്. രേഖ, എനിക്ക് ജ്യൂസ് വേണ്ട. എന്റെ ദാഹവും വിശപ്പും ഒക്കെ മാറി. ഞാൻ ചേട്ടായി കണ്ടിട്ട് വരാം. എന്റെ ജ്യൂസ് കൂടി താൻ കുടിച്ചോ. ചേട്ടായി, ചേട്ടായി.
ചേട്ടായി. ഞാൻ നിന്നെ കാത്തു നിൽക്കുമായിരുന്നു. എന്താടി, വിളികൾ വല്ലതും നടന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും? ഇല്ല, ഞാൻ വിളിക്കാൻ പോയില്ല. ബെസ്റ്റ്. എനിക്കെന്തോ നീ ഈ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല ശ്രീ. ഓ, അത് ശരി. അപ്പൊ അദ്ദേഹം ചെയ്യുന്ന മാത്രമാണ് നിനക്ക് ശരിയല്ലേ? എന്നെ വേദനിപ്പിക്കുന്നതിന് ഒരു വിലയുമില്ല. അനുഭവിക്കട്ടെ, അപ്പോഴേ പഠിക്കൂ. ഉം. ഏതായാലും നീ സാറിന്റെ സൈഡ് സംസാരിച്ചോണ്ട് വന്ന് എന്നെ ഒറ്റപ്പെടുത്തരുത് പ്ലീസ്. ഞാൻ ആരുടെയും സൈഡ് പറയുന്നതല്ല. പക്ഷേ എല്ലാത്തിനും ഒരു ന്യായമുണ്ട് ശ്രീ. നീ അത് മറക്കരുതെന്നാ എന്റെ അഭിപ്രായം. ഓ, അപ്പൊ സാറ് പറയുന്നതും ചെയ്യുന്നതൊക്കെ ന്യായമാണെന്നാണോ നീ പറയുന്നേ? രവി സാർ പാവമാണടി. അത് നിനക്ക് മാത്രം എന്താ മനസ്സിലാവാത്തത്? എന്റെ പ്രശ്നം ഒന്നേ ഉള്ളൂ. പരസ്പരമുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറി നിങ്ങളുടെ ലവ് സ്റ്റോറി നന്നായി അവസാനിക്കുമെന്ന് ഞാൻ കരുതിയിരിക്കുമ്പോഴാ നീ പഴയ ചില മൂശേട്ട ഭാര്യമാരെ പോലെ ഈ പെരുമാറുന്നത്. ഓഹോ, നീ ഇതെന്തോ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ പോലെയാണല്ലോ സംസാരം. എന്നാ പറഞ്ഞേ കേക്കട്ടെ, എന്താടി ഇവിടെ ഞാൻ ചെയ്ത തെറ്റ്? എന്നോട് പിണങ്ങി നടക്കുന്ന എന്തിനാണെന്ന് ചോദിക്കാനുള്ള അവകാശം എനിക്കില്ലേ? നീ പറ അത്. അയ്യോ ഉണ്ടേ, സമ്മതിച്ചു. പക്ഷെ ചോദിക്കാൻ നടന്ന് ഒടുവില് രണ്ടുപേരും രണ്ടു വഴിക്ക് അടിച്ചു പിരിഞ്ഞു പോവാതിരുന്നാ മതി. എനിക്ക് അത്രേ പറയാനുള്ളൂ. അടിച്ചു പിരിയും. അതിനെ ഈ ശ്രീലക്ഷ്മിയുടെ ജീവൻ പോണം, എന്നാലേ നടക്കൂ. ഇപ്പൊ ഈ ഉണ്ടാക്കുന്ന ടെൻഷനൊക്കെ നമ്മുടെ ഒരു നമ്പർ അല്ലേ ചക്കരെ? നീ നോക്കിക്കോ, ആളിങ്ങി താഴെ വരും, എനിക്ക് ഉറപ്പാ. ആരാടി? രവിസാർ തന്നെയാണോ? അല്ലാതെ പിന്നെ ആ മഹാത്മാവ് തന്നെ. ദാ നോക്ക്. പാവാടി, ഫോൺ എടുക്ക. മെസ്സേജും വന്നു. ഒന്നും മിണ്ടാതിരിക്കോ? നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ? അല്ല പിന്നെ ആര് പറഞ്ഞു എനിക്ക് നഷ്ടമില്ലാന്ന്? ഇതിന്റെ ഇടയിൽ കിടന്ന് ഞെരുങ്ങുന്നതേ ഞാനാ. നിങ്ങൾ രണ്ടുപേരും ഒന്നായിട്ട് വേണം എനിക്ക് അല്പം ശാന്തി കിട്ടാൻ വേണ്ടി ഒരു തീർത്ഥാടനത്തിന് പോവാൻ. ആഹാ ആഹാ, തമാശ തമാശ. പോണ വഴിക്ക് നിന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകാതിരുന്ന മഹാഭാഗ്യം. ഓ, എന്നെ നോക്കാൻ എനിക്കറിയാം. നീ ആ മെസ്സേജ് വായിക്കി കേക്കട്ടെ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ വായിച്ചു തരാം, നീ കേട്ടാ മതി. പോണിങ്ങിതാ. ഏയ് കൃഷ്ണേ, നിക്ക്. തനിക്ക് സംസാരിക്കാൻ മടിയാണെങ്കിൽ വേണ്ട, ഞാൻ നേരിട്ട് വന്ന് തന്നെ കണ്ടോളാം. ഞാൻ ദേ ഇവിടെ എത്തി. ആഹാ,
ഒന്ന് കണ്ണു തെറ്റിയാ മതി, രണ്ടും കൂടി പ്രേമസല്ലാവൻ നടത്തിക്കളയും. നാട്ടിൽ പോയി കൊപ്ര ഒന്ന് കച്ചവടം നടത്തിയിട്ട് തിരിച്ചു വരട്ടെ, എന്നിട്ട് വേണം ഇതിന് പുതിയ പണി തുടങ്ങാൻ. പ്ലീസ്. I am sorry. I am sorry. ഇനി ഞാൻ എന്ത് പറഞ്ഞ തന്റെ പരിഭവം മാറ്റണ്ടേ? താൻ തന്നെ പറഞ്ഞ, എനിക്കറിയാത്തോണ്ട്. സർ, സർ, ആ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഓ, താൻ അത്ര ബുദ്ധിമുട്ട് ക്ഷമിക്കണമെന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ ക്ഷമിക്കണമെന്നാ? ഒരു നല്ല കുട്ടിക്ക് അനുയോജ്യമായ രീതിയിൽ, വളരെ മാന്യവും സൗമ്യവുമായ രീതിയിൽ ക്ഷമിച്ചു എന്ന് പറയാം. അതാണ് അതിന്റെ ഒരു രീതിയും. ആദ്യം എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേ, പിന്നെ ആലോചിക്കാം എങ്ങനെ ക്ഷമിക്കണമെന്ന്. പെട്ടെന്ന് ഇങ്ങനെ വന്ന് സോറി പറഞ്ഞാ എല്ലാം ശരിയാവുന്നാണോ സാർ വിചാരിച്ചിരിക്കുന്നത്? ഓ, come on. പ്ലീസ്, ആദ്യം കേറ്. നമുക്കെല്ലാം സംസാരിക്കാം. ഇനി എടുത്തകത്ത് കയറ്റണോ? വേണമെങ്കിൽ അതും ചെയ്യാൻ ഞാൻ. ഓ, തമാശക്കാരൻ. മാറ്. ഓ.